സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വിയർ റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് കൂലി റിലീസ് ചെയ്തേക്കുന്നത് രാവിലെ 6 മണിക്കായിരുന്നു ഷോയും കാര്യങ്ങളൊക്കെ. സോ പടത്തിന് എനിക്ക് നെഗറ്റീവും തോന്നിയിട്ടുണ്ട്, അതുപോലെ തന്നെ എനിക്ക് പോസിറ്റീവും കുറച്ച് ഭാഗങ്ങൾ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ പോസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ സൗബിന്റെ ക്യാരക്ടറാണ്. കാര്യം കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു. തുടക്കം ആ സൗബിന്റെ എൻട്രി തൊട്ട് സൗബിൻ ശരിക്കും ഈ പടം കൊണ്ടുപോയെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ നാഗാർജുൻ ഭയങ്കര സ്റ്റൈലിഷ് ആൻഡ് ചാർമിങ് ആയിട്ടുള്ള ഒരു ലുക്ക്. ആ ഒരു ക്യാരക്ടർ, നാഗാർജുന്റെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് കിഡിലായിരുന്നു. അതുപോലെ തന്നെ ഉപേന്ദ്രയുടെ ഒരു ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട്. ഒരു രജനീകാന്തുമായിട്ടുള്ള ഒരു കോംബോ ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട്. കിഡിലിന് ഒരു എൻട്രി നമുക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പുള്ളിയുടെ ഒരു സ്വാഗം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തലൈവർ എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാ പടത്തിലും കാണുന്ന പോലെയൊക്കെ തന്നെ പുള്ളിയുടെ ഒരു സ്വാഗം കാര്യങ്ങൾ കാണിക്കുന്നു. പക്ഷെ പുള്ളിയുടെ ഫൈറ്റിന്റെ സീനൊക്കെ വരുമ്പോൾ നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാം പുള്ളിക്ക് ഇത്രയും പ്രായമായി, ഒന്നിനും അങ്ങനെ പറ്റത്തൊന്നുമില്ല. പിന്നെ ക്ലൈമാക്സിൽ അമീർ ഖാന്റെ സീനുണ്ട്. ട്രെയിലർ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തല്ല അമീർ ഖാനെ പണി കൊടുക്കുമെന്നാണ് ഓർത്തത്. പക്ഷേ അമീർ ഖാന്റെ സീൻ അത്യാവശ്യം ലിറ്ററലി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം വലിയ മാരക സീനൊന്നും അല്ല, ഒരു ചെറിയൊരു ക്ലാസിക് സീൻ പോലെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ കൊള്ളാം, ഒരു ഫണ്ണി ആയിട്ടൊരു ഒരു ഒരു എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു സീനാണ് കൊടുത്തേക്കുന്നത്. അത് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഒരു സെക്കൻഡ് പാർട്ടൊക്കെ ഇറങ്ങാവുന്ന രീതിയിലാണ് നിർത്തി വെച്ചേക്കുന്നത് പടം. സോ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. 3 മണിക്കൂർ അടുത്ത് ലെന്ത് ഉണ്ട്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. കാര്യം നല്ല ലെന്ത് തോന്നി. 3 മണിക്കൂർ എന്നൊക്കെ പറയുമ്പം ഒരു ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെ ഗ്രിപ്പ് വിട്ടു പോകുന്നതിലൊക്കെ തോന്നും. പിന്നെ പടം നല്ല രീതിയിൽ ഡാർക്കാണ്, നല്ല രീതിയിൽ പടം ഡാർക്കാണ്. കൂടുതൽ ഇരുട്ടത്താണ് ഇവർ ഷൂട്ട് ചെയ്യുന്നത് തോന്നി. സോ വലിയ ക്രൗഡൊക്കെ ഇല്ലാത്ത ഒരു തിയേറ്ററിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നന്നായിട്ട് ലാഗ് അടിക്കാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ തിയേറ്ററിൽ തന്നെ മാക്സിമം പോയി കാണാൻ ശ്രമിക്കുക. കാര്യം ഫോണിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മടുപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലോകേഷിന്റെ ഇതിന് മുമ്പുള്ള മൂവീസുമായിട്ട് കമ്പയർ ചെയ്താണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നതെങ്കിൽ ലിയോ, വിക്രം, കൈദി അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെയൊക്കെ കുറച്ച് താഴെയായിട്ടാണ് ഈ മൂവി നിൽക്കുന്നത്. കാര്യം അത്രയും വലിയ സെറ്റപ്പ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ കുഴപ്പമില്ല, വൺ ടൈം വാച്ചുകൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു പടത്തിന്റെ ഇന്റർവൽ സീൻ, ലോകേഷ് ഇന്റർവ്യൂ പറഞ്ഞായിരുന്നു പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് ഇന്റർവൽ സീൻ ഈ ഒരു മൂവിക്കകത്താണ്. പക്ഷെ ഇതിനും എത്രയോ ബെറ്റർ ഇന്റർവെല്ലാണ്, ഇതിനും കിട്ടില്ലേ മാറിയ ഇന്റർവെല്ലാണ് എനിക്ക് വിക്രത്തിന്റെ അകത്തും ലിയോയ്ക്കകത്തും തോന്നിയത്. ഇതിന്റെ ഇന്റർവെൽ എനിക്ക് അത്ര വലിയ സെറ്റപ്പ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ആണ് ഇച്ചിരി കൂടെ എനിക്ക് മടുപ്പായിട്ട് തോന്നിയത്. മടുപ്പല്ല, ഒരു ചെറിയൊരു ലെന്തി പോലെ തോന്നി ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് എനിക്ക് അത്രയും സീൻ തോന്നിയില്ല. പിന്നെ ഇതിന്റെ രജനീകാന്തിന്റെ പഴയ കാലഘട്ടം എടുത്ത് കാണിക്കുന്ന ഒരു സീനുണ്ട്. അത് DAGing ഒക്കെ ചെയ്തേക്കുന്നത് അത്യാവശ്യം നന്നായിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കാര്യം. സോ ഇത്രയൊക്കെ ഈ മൂവിനെ കുറിച്ച് പറയുന്നുള്ളൂ. തിയേറ്ററിൽ പോയി വൺ ടൈം കണ്ടിരിക്കാവുന്ന, വലിയ ലോജിക്കും കാര്യങ്ങളും നോക്കില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ലോജിക്കിന്റെ സീൻസ് ഒക്കെ ഉണ്ട്. അതൊന്നൊക്കെ ചുമ്മാ എൻജോയ് ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഈ പടം കണ്ടിട്ട് എന്താണ് തോന്നിയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ. സോ ഇത്രയൊക്കെ ഈ വീഡിയോ പറഞ്ഞുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.